ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു സി എസ് ക്രിയേഷൻസ്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ കാണിക്കുന്നത് നമ്മളൊരു ആൽബം ക്രിയേറ്റ് ചെയ്തത് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് ഈ ഒരു വർക്ക് തന്നിട്ടുള്ളത് എനിക്കറിയുന്ന എൻ്റെ ഒരു ടീച്ചറാണ്. അപ്പം ആൾ ഡെലിവറി കഴിഞ്ഞപ്പോൾ വാവയുടെ ഒരുപാട് ഫോട്ടോസ് എടുത്തിരുന്നു. അതൊക്കെ ഒന്ന് ഓർമ്മിച്ച് വെക്കാൻ വേണ്ടി, സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി ഒന്ന് ആൽബം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. എനിക്ക് സിമ്പിളായിരുന്നു എന്നുള്ള, ജസ്റ്റ് ഫോട്ടോ പ്രിൻ്റ് എടുത്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. കാരണം ആൽബം ഓൾറെഡി ആൾ എനിക്ക് വാങ്ങിച്ചു തന്നിരുന്നു. അപ്പോൾ നമുക്ക് ഒരാൾക്ക് പുതുതായിട്ട് ഇങ്ങനെ ആൽബം ക്രിയേറ്റ് ചെയ്യണം എന്നാണെങ്കിൽ ജസ്റ്റ് ആൽബം വാങ്ങിക്കാം. അല്ലാതെ നമുക്ക് വേറൊരു മോഡൽ വരുന്നുണ്ട്, ആൽബം പെയിൻറ്റ് ചെയ്ത് കൊടുക്കുന്നതും. അപ്പോൾ രണ്ട് മോഡലിൽ നമുക്ക് ആൽബം ചെയ്യാം. അത് ഞാൻ പിന്നീട് ഒരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പം ഞാൻ ചെയ്യുന്നത് സാധാരണ ഓർഡിനറി ഒരു ആൽബം എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓർഡിനറി ആൽബം നമുക്ക് ഇതുപോലുള്ള ആൽബം ബുക്സ് വാങ്ങിക്കാൻ കിട്ടും. ടൗണിലും ഓൺലൈനായിട്ടും നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് അറിയുന്ന കടകളിലോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ വാങ്ങിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലുള്ള ആൽബംസ് ജസ്റ്റ് ഫോട്ടോസ് പ്രിൻ്റ് ചെയ്ത് ഒന്ന് ലാമിനേറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇതുപോലുള്ള ആൽബംസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.